ദൈവനാം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നു, വഴിതെറ്റിയിരിക്കുന്നു. ജീവിത യാത്രയിൽ ദൈവികതയിൽ നിന്നും അകന്നുപൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ആത്മീയ യാത്ര സിയോനിലേക്കാകുന്നു. സ്വർഗീയ സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം അനുവർത്തിക്കേണ്ടതായ ജീവിത രീതികൾ എന്തെല്ലാം ആകുന്നുവെന്ന് വളരെ വ്യക്തമായി ദൈവം സ്വന്തം വിരലുകളാൽ തൻ്റെ ദാസനായിരിക്കുന്ന മോശെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് 10 കൽപ്പന എന്ന് പറയുന്നത്. ഈ 10 കൽപ്പനകളിൽ ഒന്ന് തെറ്റിയാൽ ഇന്ന് നീങ്ങിപ്പോയി, നിവർത്തീകരിച്ചു എന്നെല്ലാം പ്രതിപാദിക്കുന്നതായ പഠിപ്പിക്കുന്ന തെറ്റായ ആ കാഴ്ചപ്പാട് നാം അവസാനിപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുക. ഒരു കൽപ്പന പോലും നാം തെറ്റിക്കാൻ പാടില്ല. ഒരു കൽപ്പന പോലും നീങ്ങിപ്പോയിട്ടില്ല. ഒരു കൽപ്പന പോലും നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ 10 കൽപ്പനകളും നമുക്ക് മുൻപിൽ എന്നും എന്നും നിലനിൽക്കും. ഈ കൽപ്പനകൾ വെച്ചായിരിക്കും നമ്മെ ന്യായം വിധിക്കുന്നത്. ആയതിനാൽ മടങ്ങി വരിക. നാം എവിടെയാകുന്നു വീണിരിക്കുന്നത്? ഏത് കൽപ്പനയിലാകുന്നു നാം അകറ്റപ്പെട്ടിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവ ന്യായവിധിയിൽ നാം അകറ്റപ്പെടാതിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടതിന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും ഓർക്കുക. സങ്കീർത്തനങ്ങൾ 14:3 എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ ഗണത്തിൽ നിങ്ങളായിരിക്കുന്നുവോ? ഈ ഗണത്തിലാകുന്നുവോ നിങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നത്? അവിടെ നിന്ന് പിന്മാറണമെങ്കിൽ, അവിടെ നിന്ന് മുക്തി പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തോട് തൻ്റെ അഭിഷിക്തനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പിതാവേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായ സ്തോത്രം കർത്താവേ. മാനുഷ്യമായ ദൗർബല്യങ്ങൾ, ലൗകികതര ബലഹീനതകൾ അവിടുത്തെ മക്കളെ ദൈവസന്നിധിയിൽ വഴിതെറ്റിച്ചിരിക്കുന്നു. ദൈവമേ, അവയിൽ നിന്ന് മടങ്ങി അവിടുത്തേതായ മാർഗ്ഗം സഞ്ചരിക്കുവാൻ, അവിടുത്തെ വചനത്തിനൊപ്പം ജീവിക്കുവാൻ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ അവിടുന്ന് കൃപ തോന്നി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ മുഖപ്രകാശം പ്രിയമക്കളുടെ മേൽ ഇന്ന് പ്രകാശിക്കുമാറാകട്ടെ. എല്ലാ വൈകൃതങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടിട്ട് ദൈവിക പാതകൾ സഞ്ചരിക്കേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും കരുണയും കാവലും ഇന്നുമെന്നും കാലാന്ത്യത്തോളം ഓരോ മക്കളുടെ മേലും നിറയപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ, ദൈവവിളിക്കൊത്തവണ്ണം ജീവിക്കുവാൻ, ദൈവിക പാതയിൽ സഞ്ചരിക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ തോന്നി ചേർത്തണയ്ക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.